ചെയ്ത് നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്ത് സാധകം ചെയ്യാം. തുടങ്ങിയേക്കാം. തുടങ്ങി. പൈപ്പമ്മ കൈക്ക കരി കരിങ്ങ ഇപ്പൊ ആനയാളുകൂടി എന്താ ഇവിടെ കണ്ട് കാണിക്കുന്നത്? നിങ്ങളൊരു സാധനം ചെയ്ത സാധകം ഇട വൃത്തികെട്ടവനെ സാധകം ചെയ്യുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞു? അതെന്താ ഇട സാധകം ചെയ്ത മരിച്ചു പോകും. എന്റെ അച്ഛൻ ഗാനപരിദൂഷണം പത്മനാഭ ഭാഗവതൂരി മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതുപോലെ സാധകം ചെയ്തിട്ടാ. ആ മോഹൻലാൽ ഒറ്റക്കാരൻ എന്റെ അച്ഛൻ മരിച്ചു. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെ മരിച്ചു? എടാ എന്റെ അച്ഛൻ കർണാടക സംഗീതമാണ് തലക്ക് പിടിച്ച് തലക്ക് പ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ ഒരു സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണ്ടല്ലോ, സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണം. ഇത് കേട്ടപടി എന്റെ അച്ഛൻ എനിക്ക് ഒരൊറ്റ ഓട്ടായി. നേരെ സിംഹത്തിന്റെ മടിയിൽ പോയി. മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നത്. സിംഹം പൊറോട്ട കയറുമ്പോൾ 5-6 അവിടെ നിന്ന് നേരെ എനിക്ക് ഒറ്റ ഓട്ട. നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്നു. ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോൾ ഗുരു മുണ്ട് മടക്കുത്തിട്ട് ഒറ്റ ചോദ്യ ദക്ഷിണ വലിയ ഇരിപ്പുണ്ട്. എന്റെ അച്ഛനല്ലേ 5 പൈസ. അവസാനം ഗുരുവിന്റെ ദേശം കയറിയപ്പോ ഗുരു തമിഴ് ഒറ്റ ഡയലോഗ്. മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി ഇന്നിട്ട് സാധകം ചെയ്യണം. എവിടെ ഗോളിയാറില് അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയിൽ വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടി. ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ മുങ്ങിക്കും? എന്റെ അച്ഛൻ എന്നെക്കായ ബുദ്ധിയുള്ളവനാ. അച്ഛനെന്ത് ചെയ്ത് ഈ ഒരു കുടം ഈ ബക്കറ്റ് വെള്ളത്തിൽ തലയങ്ങൾ കുത്തിയിട്ട് കാല് പൊക്കി അച്ഛൻ 1 മണിക്കൂർ അങ്ങെടുത്ത്. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധകം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാര്യമായി. മോഹൻലാലിന്റെ കൈ കിട്ടും അന്ന് ശരിയാക്കി കൊടുത്തോളാം. ഈ പരിപാടി തുടങ്ങാൻ നേരമായി. പെട്ടെന്ന് സൗണ്ട് ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഇതെന്തോ സംഭവം? നമുക്ക് വേറെ ചെയ്യാം. ഒരല്പം താഴണം. താഴത്തെ കുറച്ചു താഴണം. പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. മണ്ടത്തരൊന്നും വിളപ്പിക്കല്ലേ. അല്ല മിണ്ടാണ്ട് അറിഞ്ഞോ. ആശാനെ നമസ്കാരം. എന്റെ പൊന്ന ആശാനെ, ആശാന്റെ ഒരു ഗാനമേള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാത്ത ഏജൻസികളില്ല. ഇവിടെ വന്ന പോലെ എന്റെ ആശാന്റെ വീട്ടിൽ ചെന്നപ്പോ പിന്നെ ചേച്ചിയാ പറയുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ആശാന്റെ വലിയ ഗാനമേള ഉണ്ടെന്ന്. അടിപൊളി ഗാനമേള. ഈ ജനങ്ങളൊക്കെ വന്നിരിക്കണ്ട ഗാനമേള കേൾക്കാനായിട്ട്. ഇതെന്റെ ശിഷ്യന്മാരാ. ഓ അത് ശരിയാ. ഞാൻ പാടും, ഇവര് രണ്ടുപേരും ആടും. ആട്ടം ഉണ്ടല്ലേ? പിന്നെ അതാണ് ഞങ്ങളുടെ ഗാനമേള വെറൈറ്റി. അതെ, ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ പാട്ടും ആട്ടവും കൂടെ. പിന്നെ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? എന്താ ചിരിക്കുന്നത്? ഇന്നലെ 2 പരിപാടി ഇല്ലായിരുന്നോ? ഡബിളാ. ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാണ്. തുടങ്ങിയപ്പോ 10-ആയി, 11-ആയി, 12-ആയി. എന്തിനു പറയണ അവസാനം 1-ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം. എന്നിട്ട് 2ാമത്തെ പരിപാടി തീർന്നപ്പോഴേക്ക് കോഴി കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. പിന്നെ ആശാന്റെ ഈ ഗാനമേളക്ക് നല്ല കയ്യടി കിട്ടാറുണ്ടോ? എന്റെ ഗാനമേളക്ക് കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അതുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് ഒരു മിനിറ്റ് അപ്പോഴേക്കും ബോധം പോവും. എന്താ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ആശാനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? എടാ കാണിച്ചു കൊടുക്കടാ. കഴിഞ്ഞ ദിവസം കടപ്പുറത്തൊരു പരിപാടിക്ക് പോയില്ല, പങ്കായത്തിന് അടിച്ചതാ. ഞാനത് എവിടെയാ എന്റെ ആശാന അതല്ല. ആശാന് ഗാനമേള കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? എനിക്ക് ഗാനമേള കൂടുതലും ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? ആശാന ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ, മറ്റേത് മരത്തിൻ്റെത്.
അതെ, ആശാന്റെ ശിഷ്യൻ തന്നെ. ആശാന്റെ പ്ലാസ്റ്റിക്കും മരമൊന്നും അല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളിലൊക്കെ നടന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. എനിക്ക് കൂടുതലും ഔട്ട്ഡോർ പരിപാടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി അങ്ങ് തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. കമ്മിറ്റിക്കാർ കൊടുത്ത് പൂട്ടിയിടും. ഈ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട്. ഞാൻ പറയട്ടെ, സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ 100 ഓടിച്ച് അപ്പുറത്തെ വീട്ടിലെ ചാണാക്കുഴി ചാടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ ചെന്നിട്ട് പൈപ്പ് വഴി ഊർ തുടങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിച്ച് 100 ഓടണ ആ വഴിയല്ലേ? ആശാനെ സമ്മതിക്കണം, ആ നാട്ടുകാർ പോലും ആ വഴി അത്ര പരിചയമില്ല. ആശാനെങ്ങനെ മനസ്സിലായത് ആ വഴി? 4 വർഷം മുമ്പ് ഒരു ഗാനമേള നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ല ഓടി രക്ഷപ്പെട്ടത്. ഓ, അന്ന് ആശാനായിരുന്നു ആ പരിപാടി നടത്തിയതല്ലേ? എന്നെ പോലത്തെ ഒരാൾ. മനസ്സിലായി. പക്ഷെ അന്ന് ആശാൻ ഇത്ര തടിയില്ലായിരുന്നു കേട്ടോ, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്ര തടി വെച്ചത്? അത് പിന്നെ ഡെയിലി അടിയിട്ട് പിന്നെ നീര് വെക്കത്തില്ല. പള്ളിക്കട്ടെ മനുഷ്യന് പേടിപ്പിക്കുന്നു. ഈ തൃപ്രയാർ എന്ന് പറഞ്ഞത് മാത്രം നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. പിന്നെ എനിക്കറിയാൻ അറിയാലോ അല്ലേ? അത് ആശാന് ശരിക്കും ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതുതായി ഹിറ്റ് പാട്ടുകളൊക്കെ പാടുന്നു. ഞാൻ പാടുമല്ലോ. അപ്പൊ എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. പറയാം. ഒരു ഉഗ്രം പാട്ടുണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയത്. ഏതാണ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ള എന്താണ് കേൾക്കുന്നത്? കൊള്ളാല്ലേ? എന്തിനും കൊള്ളാം. ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ പാട്ട് പാടുമ്പോ അതിനൊരു ഈണം വേണം. നീ ഈണം തെറ്റിച്ചാ പാടിയത്. ഈണം തെറ്റിയ ജനങ്ങൾ തുള്ളണം. അതാണ് എന്റെ ഗാനമേള. ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലെ പരിപാടി. അതെ. അവിടെ ഭക്തിയോടെ വേണം ഈ പാട്ട് പാടാൻ. ഞാൻ പാടുന്ന കേട്ടില്ല. എന്നെ പിടിച്ചോ? ഓം വചാന വചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പു ടിപ്പു മേരെ എവരി ടൈം യു ആർ സീ മൈ ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ അഴകുകോ സമരത്താരോ അതെ ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ. ഇത് ഗാനമേള തന്നെയാണ്. അമ്മച്ചാണ് തെറ്റിട്ട് ഇതാണ് ഗാനമേള. ഞാൻ പാടി ഇവർ രണ്ടുപേരും ആദ്യം. എന്റെ ആശാന്റെ സംഗീതം എന്താണെന്ന് അറിയാമോ? സംഗീതം എന്താണെന്ന് അറിയാമോ? ആ, സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്താണ് അല്ല എന്താണ് സംഗീതം? സംഗീതം എന്ന് പറഞ്ഞാൽ ആ. വലിയ ഒരു തെങ്ങാണ്. തെങ്ങോ? അതെ. ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പെട്ട് നമ്മളിങ്ങനെ കേറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കുടുംബ കോഞ്ഞാറ്റെ പറിച്ച് താഴേക്ക് എന്നിട്ട് 2 തേങ്ങ എടുത്തിട്ട് വീട്ടിലേക്ക് തെങ്ങേറ്റായിരുന്നു പണി. പണി അവർക്ക് മനസ്സിലായി. അതല്ലേ ഈ തെങ്ങ് കേറാൻ വല്ല ബുദ്ധിമുട്ടുള്ളൂ. തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തെങ്ങിന്ന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. അതെ, ആശാനും ശിഷ്യന്മാരെ തെങ്ങേറ്റത്തിന്റെ കാര്യം നിർത്തുക. ഞാൻ വിചാരിച്ചു ചോദിച്ചോട്ടെ ആശാനെ, ആശാൻ എന്നും പരിപാടി ഉണ്ടോ? എന്നും പരിപാടി ഉണ്ടെന്നോ? ഇടാ, ഇന്നൊരു പരിപാടി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ 6 ദിവസം ഞാൻ പിന്നെ പരിപാടിയെ പിടിക്കില്ല. എന്താ? അതുവരെ ആശുപത്രിയിലായിരിക്കും. ആശാന് കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ആശാനെ ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ പോവാണ്. ബുക്ക് ചെയ്താൽ ആശാനും ഈ ട്രൂപ്പും കൂടെ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടിക്ക് ഒരു കാറിന് അങ്ങോട്ട് വരും. തിരിച്ച് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ മതി. ആശാനെ, ഈ ചെറുപ്പക്കാരെന്ന പോലെ തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ ഞങ്ങളുടെ ദേശത്തുണ്ട്. വയസ്സായ ആള്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ സെമി ക്ലാസിക്കൽ ഗാനമായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും പാടും. ഏത് പാട്ട് വേണം? സംഗീതമേ ജീവിതം ശ്രുതി മധുര എന്തായി കേൾക്കണം? പിന്നെ എങ്ങനെ ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ എങ്ങനെ പാടുന്നത്? ഞാൻ പാടുന്ന കേട്ടില്ല. ഇല്ല. പാട്ട് പാടി ജനം തുള്ളണം. അതാണ് വേണ്ടത്. ഒന്ന് തുള്ളിച്ച്. ഞാൻ പറഞ്ഞ ഇല്ല, 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 ഇല്ല. പിടിച്ചോ? സംഗീതമേ ജീവിതം മധുര സംഗീതമേ ജീവിതം സംഗീതമേ ജീവിതം മധുര സംഗീതമേ ജീവിതം. എന്റെ ആശാനെ, ഇത് ഗാനമേള തന്നെയാണ്. എന്റെ അമ്മച്ചൻ തെറ്റിട്ട് ഞാൻ പാടി രണ്ടുപേരും ആരാധന. ആ, നല്ലല്ലേ? പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഒന്നുമില്ല. പിന്നെ ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. പോലെ അപ്പൊ എന്തെങ്കിലും ആശാൻ
ആശാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് വീണ്ടും പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം പാടാൻ. ആ. എടാ എന്നോട് ഒരു പാട്ട് 10 പ്രാവശ്യം പാടാൻ പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം. കണ്ണൂർ ക്ഷേത്രത്തിൽ ഞാൻ ഹരിമുരളിരവം പാടിക്കൊണ്ടിരിക്കുക. ആ. പാടി തീർന്നത് ഓഡിയൻസ് എത്തിയിട്ട് പറയുന്നത് "We want once more" എന്ന് വെച്ചാ ഒരു പെൺകുടി വേണം. അല്ല ഒരു 10 പ്രാവശ്യം കൂടി പാടാൻ. അങ്ങനെ ഞാൻ ആ പാട്ട് ആ സ്റ്റേജിൽ നിന്ന് 10 പ്രാവശ്യം പാടി. 10 പ്രാവശ്യം. അവസാനത്തെ ചാടി എഴുന്നേറ്റ് പറയാ, ഇനി നീ ഈ പാട്ട് പാടി ശരിയാക്കിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാം. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോ. ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി ഇതുവരെ ആശാന്റെ ഈ സംഗീത ജീവിതത്തിൽ ആശാന് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവല്ല ഒരു ദേവീക്ഷേത്രത്തിൽ ഞാൻ ഗാനമേള നടത്തുക. ഞാൻ ഗാനമേള ഒരു ഫസ്റ്റ് ഭക്തികാരുണ്ട്. ഞാൻ അതങ്ങ് പാടി തീർന്നപ്പോഴേക്കും ഒരു 10-25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിലേക്ക് കയറിവിട്ട് എന്നെ എടുത്ത് അങ്ങോട്ട് പൊക്കി. ആശാനോടുള്ള ആരാധന മൂത്തുകൊണ്ടായിരുന്നു. അങ്ങനെ തന്നെ പൊക്കി എടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിന് മുമ്പിലുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടായിട്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, ആ ദേവിയുടെ അനുഗ്രഹം മുഴുവൻ ആശാന് വാങ്ങിച്ചു തരാനായിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ചു. സത്യം ചെയ്യും. മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കൂലെന്നും ഈ പ്രദേശങ്ങളിലെങ്ങും ഈ ജന്മത്ത് വരൂലെന്നും സത്യം ചെയ്യിച്ചു. 125, 150 ഏറ്റിട്ട് തിരുവനന്തപുരം ക്ഷേത്രത്തിലാണ്. കമ്മിറ്റിക്കാർ പള്ളക്കിട്ട് കുത്തുവരായിരുന്നു ആശാനെ. അപ്പൊ എന്നെ ഏത് സ്റ്റേജിൽ ഏത് ക്ഷേത്രത്തിൽ എന്നെ മണ്ണി കുഴിച്ചിട്ടുണ്ട്. മണ്ണി കുഴിച്ച് ഫിക്സ് ചെയ്ത് 135. അതുപോലെ ഞാൻ പറയുന്ന പറയുന്ന കണക്ക് ഈ പള്ളിവേട്ട കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ സ്ഥാനം പൊട്ടിക്കൊണ്ടിങ്ങനെ നടക്കുന്നത്? പുള്ളിയുടെ ഒരു 50 രൂപ ഞങ്ങളത് തപ്പുവാ. ആശാനെ, ഈ പൊതുവെ ഗാനമേളയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അവസാനം അടിപൊളി തമിഴ് പാട്ടാണ്. അടിപൊളി തമിഴ് പാട്ട് പാടുമല്ലോ. പാടുമല്ലോ, ഞാൻ പറയുന്ന പാട്ട് പാടിയാൽ മതി. തീർച്ചയായിട്ടും പാടും. ഒരു പാട്ടുണ്ടല്ലോ, ഏത് പാട്ടാ? സരക്ക് വെച്ചിരിക്കേ, എടുത്ത് വെച്ചിരിക്കേ, കറുത്ത കോഴി മുളകും. നീ ഈണം തെറ്റിച്ച് പാടില്ല. പിന്നെ നീ മര്യാദക്ക് ജനം എങ്ങനെ പാടുന്നത്? ജനം തുള്ളണം. അതാണ് കാര്യം. തുള്ളിച്ചേ ഞാൻ പാടുന്നത് ഇല്ല. പിടിച്ചോ. സരക്ക് വെച്ചിരിക്കേ, ഇതാണ് ഗാനമേള. എന്ത് ഗാനമേള ഇത്? മകരവിളക്കിന്റെ ഫോട്ടോ വെച്ച് ചന്ദനത്തിരി പന്തലൊക്കെ കെട്ടി. പന്തല് ഈ ചെറിയ ജാസൊക്കെ വെച്ച് കൊട്ടി. എടാ മരമാക്കി, അതിന്റെ പേര് ജാസ് എന്നല്ല, അതാണ് ഉടുക്ക്. ജാസിന്റെ പേര് പറ്റില്ല. അയ്യടാ, ജാസ് ഈ വക പരിപാടിയുടെ പേരാണ് ശാസ്താംപാട്ട്. മനസ്സിലായോ? ഗാനമേളയുടെ പേര് മാത്രം ഈ ഗാനമേള എനിക്ക് വേണ്ട. അങ്ങനെ പോകാൻ പറ്റില്ല. കൈവിട്. അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. എനിക്ക് പരിപാടി വേണ്ട. പരിപാടി വേണ്ടെങ്കിൽ വേണമെങ്കിൽ അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. എനിക്ക് പരിപാടി വേണ്ട. എന്റെ അടുത്ത് ആര് വന്നിട്ട് അവരോട് അഡ്വാൻസ് മേടിച്ച ചരിത്രം എന്റെ അച്ഛനും അപ്പൂപ്പനൊക്കെ ഉള്ളു. നീ മേടിക്കുമല്ലേ? ഞാൻ അഡ്വാൻസ് മേടിച്ചു. മേടിക്കും. ഞാൻ മേടിച്ചു. മേടിക്കുമല്ലേ? മേടിക്കും. സന്തോഷമായി. ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു, നീ എനിക്ക് ഫുൾ പേയ്മെന്റ് തന്നു. മക്കളെ